നവഭാരത ശില്പി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇച്ഛാശക്തിയുടെ ആൾരൂപം, സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ 150-ാം ജന്മവാർഷികമാണ് ഇന്ന്. സർദാർ പട്ടേൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടായിരിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് 562 നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്നത്തെ ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത്. പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പല നാട്ടുരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. രക്തരൂക്ഷിതമായുള്ള ഓപ്പറേഷനുകൾ വരെ നടത്തേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് ഹൈദരാബാദിൻ്റെ ഭാഗത്ത് നിന്നായിരുന്നു ഏറ്റവും വലിയ നിൽപ്പുണ്ടായിരുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും 1 വർഷത്തോളം ഹൈദരാബാദിലെ നിസാം രാജാവ് ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര പ്രവിശ്യയായി മുന്നോട്ട് കൊണ്ടുപോയി. സ്വതന്ത്രമായി ഹൈദരാബാദ് ഭരിച്ചു. അവിടെ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ നിസാമിൻ്റെ സൈന്യം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. നിസാമിൻ്റെ ഭരണത്തിന് കീഴിലെ സ്വതന്ത്ര ഹൈദരാബാദിനെ ഭാരതത്തിൻ്റെ ഉദരത്തിലെ അർബുദം എന്നായിരുന്നു സർദാർ പട്ടേൽ വിശേഷിപ്പിച്ചിരുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. കാരണം ഈ ഒരു ഭൂഘടന, ഈ ഒരു പ്രവിശ്യയുടെ, അത് തന്നെയാണ് ഇന്ത്യക്കൊരു പ്രധാന വെല്ലുവിളിയായിട്ട് നിലനിന്നിരുന്നത്. ഇന്നത്തെ മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും കർണാടകയുടെയും പല ഭാഗങ്ങൾ ചേർന്നതായിരുന്നു നിസാമിൻ്റെ ഹൈദരാബാദ്. സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ളൊരു വേർതിരിവ് ഉണ്ടാക്കാൻ ഈ ഒരു ഭൂഘടനയ്ക്ക് സാധിക്കുമായിരുന്നു. അതുമാത്രമല്ല, നാളെ ചിലപ്പോൾ നിസാം പാകിസ്ഥാൻ്റെ ഭാഗമാകാനുള്ളൊരു സാധ്യതയും അന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. പക്ഷേ ജവഹർലാൽ നെഹ്റു, അന്നത്തെ പ്രധാനമന്ത്രി, സ്വീകരിച്ചത് ഒരു സമാധാന ഫോർമുല തന്നെയായിരുന്നു. നിസാമിനെ സമാധാനത്തിൻ്റെ മാർഗത്തിൽ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ ഇത് പ്രായോഗികമാകാത്തൊരു സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ പോളോവുമായിട്ട് സർദാർ പട്ടേൽ മുന്നോട്ട് പോയത്. അത് ജവഹർലാൽ നെഹ്റു ഒരു വിദേശ ടൂറിന് പോയപ്പോഴാണ് അദ്ദേഹം ആക്ടിംഗ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഓപ്പറേഷൻ പോളോയിലൂടെ വെറും 5 ദിവസത്തിനകം ഹൈദരാബാദിൽ ഇന്ത്യൻ പതാക ഉയർത്തി നിസാമിൻ്റെ ഭരണത്തെ നിഷ്കാസനം ചെയ്തത്. അതാണ് സർദാർ പട്ടേലിൻ്റെ ഇച്ഛാശക്തി. ഏത് രീതിയിലുള്ള സമീപനവും രാജ്യ താൽപ്പര്യത്തിന് വേണ്ടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു സർദാർ പട്ടേൽ. അത് സമാധാനപരമായ ചർച്ചകളാണെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ സൈനിക ഓപ്പറേഷൻ ആണെങ്കിൽ ആ രീതിയിൽ. വെറും 5 ദിവസത്തിനകമാണ് ഹൈദരാബാദിലെ പ്രശ്നം പരിഹരിച്ച് റസാക്കറുകളെ താറുമാറാക്കി, ഒന്നുമല്ലാതാക്കി ഇന്ത്യൻ സൈന്യം അവിടെ വെന്നിക്കുടി പാറിച്ചത്. ഏതാണ്ട് 30,000-ത്തിലധികം വരുന്ന ട്രൂപ്പാണ് അവിടെ ഇറങ്ങി ഈ ഓപ്പറേഷൻ നടത്തിയത്. സർദാർ പട്ടേലിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണവും ഈ ഒരു പ്രായോഗികതയാണ്. പ്രായോഗികതയുടെ അവസാന വാക്കായിട്ടാണ് പൊതുവെ സർദാർ പട്ടേലിനെ വിലയിരുത്തപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ആധുനിക ഭാരതത്തിൻ്റെ നിർമ്മിതിയിൽ നിർണായകമാണ്. സത്യത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാകേണ്ട വ്യക്തിയായിരുന്നു സർദാർ പട്ടേൽ. അന്നത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ബഹുഭൂരിപക്ഷം പേരുടെയും പിന്തുണ സർദാർ പട്ടേലിനായിരുന്നു. 15 പ്രദേശ് കമ്മിറ്റികളിൽ 12 പ്രദേശ് കമ്മിറ്റികളും സർദാർ പട്ടേലിനെയാണ് പിന്തുണച്ചത്. 3 പ്രദേശ് കമ്മിറ്റികൾ നിഷ്പക്ഷമായി നിന്നു. പക്ഷേ നെഹ്റുവിന് ഒരൊറ്റ പ്രദേശ് കമ്മിറ്റിയുടെ പിന്തുണ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും മഹാത്മാഗാന്ധിയുടെ ഇടപെടൽ കാരണം സർദാർ പട്ടേലിന് മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ തൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഗാന്ധിജിയുടെ ആവശ്യം അദ്ദേഹം പൂർണ്ണമായും അംഗീകരിച്ചു എന്നുള്ളതാണ്. അതാണ് സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ മഹത്വം. നവഭാരത ശില്പിയായ സർദാർ പട്ടേലിന് നമ്മുടെ ചരിത്രത്തിൽ വേണ്ടത്ര പരിഗണന, അദ്ദേഹം അർഹിക്കുന്ന ഒരു പരിഗണന ലഭിച്ചിട്ടുണ്ടോ എന്നതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് സർദാർ പട്ടേലിനെ ബോധപൂർവം ഒഴിവാക്കാൻ, സർദാർ പട്ടേലിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് ഒഴിവാക്കാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, പലപ്പോഴും നമ്മൾ സർദാർ പട്ടേലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സംഭാവനകളും ഇച്ഛാശക്തിയും വിലയിരുത്തുമ്പോൾ, ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തിയുടെ ദൗർബല്യങ്ങൾ അതിനൊപ്പം പുറത്തു വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയായിരിക്കാം കോൺഗ്രസ് പാർട്ടിയെ ഭയപ്പെടുത്തിയത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അതിൽ വലിയ മാറ്റമുണ്ടായി. ഇന്നത്തെ യുവതലമുറ സർദാർ പട്ടേലിനെ കുറിച്ച്, ഇന്ത്യയുടെ അയൺ മാനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുന്നു, അഭിമാനിക്കുന്നു. അതിനൊരു പ്രധാന റോള് നരേന്ദ്രമോദി സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകതാ ദിവസം ആചരിക്കുന്നതെല്ലാം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇന്ത്യയുടെ അയൺ മാൻ, ഇന്ത്യയുടെ യഥാർത്ഥ ശില്പിയെ ഇന്ന് രാഷ്ട്രം വേണ്ടത്ര രീതിയിൽ ആദരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം.